ഗുഡ് ഈവനിങ് ടു ഓൾ. ഈ മീറ്റ് അവസാനിക്കുമ്പോൾ ഈ മീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് നമുക്ക് ഇന്ന് മീഡിയ ടീമിനോടൊപ്പം ലഭിക്കുന്നത്. ഹിദായത്ത് സാറും CSP സാറും. CSP സാർ ആദ്യം മുതലേ ഉണ്ട്, അതിനുശേഷം ഹിദായത്ത് സാർ ജോയിൻ ചെയ്തു. സാർ എങ്ങനെ മൊത്തത്തിൽ വിലയിരുത്തുന്നു നമ്മുടെ ഈ LSE? 34ാമത് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് ഒരു ചരിത്ര സംഭവമാണ്. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം 2 മാസത്തോളം ആകാൻ പോവുകയാണ്. സെപ്റ്റംബർ 20-ാം തീയതി 21-ാം തീയതി ഞാനിവിടെ എത്തി. അന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഇവിടെ ഒരു പഴയ ഗ്രൗണ്ടിൽ കുറച്ച് മണ്ണും മണലും ഒക്കെ ഇട്ട് കിടക്കുകയായിരുന്നു. വളരെയധികം ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഈ ചെറിയൊരു ദ്വീപിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇച്ഛാശക്തി അത് വലിയൊരു ഘടകമാണ്. അതിന് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ലക്ഷദ്വീപിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചതിൽ ഇതിൻ്റെ സ്പോർട്സ് ഓർഗനൈസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് ഓഫീസ്, അതേപോലെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ, അതിലുപരി എല്ലാറ്റിലുപരി നമ്മുടെ റീജിയണൽ സ്പോർട്സ് കൗൺസിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ AHM, അങ്ങനെ ഇവിടുത്തെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ്, ഇവരെയൊക്കെ വളരെ അഭിനന്ദിക്കേണ്ടതാണ്. രാത്രിയും പകലും ഇല്ലാതെ ഏത് സമയത്തും നമ്മുടെ ഈ ഗ്രൗണ്ടിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതിൻ്റെ പരിശ്രമഫലമാണ് ഇത്രയും വളരെ ഭംഗിയായി ഈ മീറ്റ് സമാപിക്കുവാൻ കാരണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് വലിയൊരു അത്ഭുതങ്ങളാണ്. ഈ 34ാമത് LSE എന്ന് പറയുന്ന വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു LSE ആണ്. കാരണം ഇതിൻ്റെ തുടക്കം നമുക്കറിയാം, ഇതിൻ്റെ ലോഗോ പ്രകാശനം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ ടോർച്ച് ബെയറിങ്, അതോടൊപ്പം തന്നെ നമ്മുടെ ബൗഷറിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാതും ചില സ്ഥലങ്ങളിൽ നിന്ന് ചില നെഗറ്റീവായ അപ്രോച്ച് ഉണ്ടാകും. അത് നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ നെഗറ്റീവിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് അത് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളാണ്. കാരണം അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഗ്രൗണ്ട് നല്ലൊരു രീതിയിലായിത്തീരണമെന്നുള്ളൊരു ആശങ്ക അവരുടെ അവരുടെ ആശങ്കകൾ അവർ പുറത്തു പറഞ്ഞപ്പോൾ അതിനേക്കാളും നന്നായിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി. അത് കാരണമാണ് നിരന്തരം നമ്മൾ PWD ഡിപ്പാർട്ട്മെൻറ്റ് അവരെ പ്രത്യേകം എടുത്ത് പറയേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ ഷറാബിൽ ജെയിനെ പോലുള്ളവർ, അവരുടെ നിരന്തരമായ ഇടപെടൽ, അവർ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും, നമ്മൾ ടെക്നിക്കൽ വശങ്ങൾ പറയും, അത് അപ്പോൾ തന്നെ അവർ ചെയ്യും. അങ്ങനെ നിരന്തരമായ അവരുടെ ഇടപെടലും കാര്യങ്ങളുണ്ട്. വളരെ അതിമനോഹരമായ എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ ഇന്ന് സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കിളിത്താൻ ദ്വീപ് മാത്രമാണ്. ഇതിന് പരിശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ഹിദായത്ത് സാറ്, ഒന്ന് തുടക്കത്തിൽ കുറേ കാലാവസ്ഥ, നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ സമയത്ത് കാലാവസ്ഥ മോശമായ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്താൽ ഇത് എങ്ങനെയാവും എന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല. തങ്കോസ് സാറ് ഞങ്ങളെല്ലാം കൂട്ടത്തോടെ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നീട് അങ്ങോട്ട് എന്തോ ഒരു മായാജാലം പോലെ എല്ലാം സംഭവിക്കുകയായിരുന്നു. സാറ് വന്നതിന് ശേഷം പിന്നെ എന്തൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഞാൻ വന്നതിന് ശേഷം ഒരു ആഴ്ച ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ അമീനിലേക്ക് ലക്ഷദ്വീപ് ഗെയിംസ് നടത്തുന്നതിന് എന്നെ ഡെപ്യൂട്ട് ചെയ്തു. തിരിച്ചു വരുമ്പോഴത്തേക്കും കാലാവസ്ഥ കാരണം എനിക്ക് ഒരാഴ്ച അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷേ മഴ എന്തെന്നറിയില്ല, ഇവിടെ എത്തുമ്പോഴത്തേക്കും ഗ്രൗണ്ടിൻ്റെ പണി, ആ കോൺട്രാക്ട് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം ഇത്രയും നല്ല രീതിയിൽ ഗ്രൗണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു കോൺട്രാക്ടർ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലുപരി ഇവിടുത്തെ സ്റ്റാഫ്, സപ്പോർട്ടേഴ്സ്, പിന്നെ ജനങ്ങൾ, റീജിയണൽ സ്പോർട്സ് കൗൺസിൽ മെമ്പേഴ്സ്, അതിലുപരി എടുത്തു വരാനുള്ള പ്രിൻസിപ്പൽ മാഡം എപ്പോഴും മുമ്പിലുണ്ട്. അതുപോലെ ഷറാബിൽ ജയ്, എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്ര രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പെയിൻറ്റ് അടിച്ച് തീരാത്ത അവസ്ഥയായപ്പോൾ രാത്രി 2 മണിക്ക് വിളിച്ചപ്പോൾ ഷറാബിൽ ജയ് വന്നു. ഏറ്റവും എടുത്ത് പറയാനുള്ള ഇവിടുത്തെ നാട്ടുകാരാണ്. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ് വിജയിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ഗ്രൗണ്ട് സപ്പോർട്ടും, അതിലുപരി എടുത്തു പറയേണ്ടത് ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ട് പോലും കിളിത്തൻ ടീമിൻ്റെ പ്രകടനമാണ് എനിക്ക് ഏറ്റവും സന്തോഷിക്കുന്നത്. കാരണം ഇപ്പോൾ 5ാം പൊസിഷനിലാണ് എനിക്ക് തോന്നുന്നു എത്തിയിരിക്കുന്നത്. തേർഡ് പൊസിഷൻ ഒരുപാടുണ്ട് ഗെയിംസ്. അതിൽ ടോട്ടൽ പോയി നോക്കും 5ാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമാണ്. ഗ്രൗണ്ട് 2 മാസം പോലും ഇവിടെ ഗ്രൗണ്ട് പ്രാക്ടീസിന് കുട്ടികൾ കിട്ടിയിട്ടില്ല ബാക്കി ടീമിനെ സംബന്ധിച്ച്. എന്നിരുന്നാൽ പോലും അവരുടെ പ്രകടനം, അതിന് ഏറ്റവും ഉപരി നാട്ടുകാരാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതിലൂടെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. ഏറ്റവും എനിക്ക് എടുത്ത് പറയാനുള്ള മീഡിയ, എവിടെ ഇരുന്നും ഈ ടൂർണമെൻറ്റ്, ഈ LSG 34 LSG പിന്നെ ദുബായിലായിക്കോട്ടെ ഗൾഫിലാവട്ടെ എവിടെയായിരുന്നു കാണാൻ സാധിച്ചു ലൈവ് ആയതുകൊണ്ട്. കാരണം അതിലൂടെ ഓരോ രക്ഷിതാക്കൾക്കും, പ്രത്യേകിച്ച് മറുനാട്ടിലെ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് ഈ കിളിത്തൻ ദ്വീപിലാണ്. ചെറിയ പൊന്നാനി എന്ന് പറയുന്ന ദ്വീപിന് എത്ര പ്രശംസിച്ചാലും ഈ നാട്ടുകാരെ മാത്രമല്ല മൊത്തം എല്ലാവർക്കും ഇത്രയും ഭംഗിയായി നടത്താൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിലുപരി ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് ഓഫീസിൻ്റെ വകയും ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ്റെ പേരിലും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് മീഡിയ വിങ്, പിന്നെ റസീന ടീച്ചർ, എല്ലാം ആരും പേര് വിട്ടും അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു. താങ്ക് യു ഓൾ. പ്രതികരിച്ച് ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു.